ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഓർമ്മ വെച്ചപ്പോ ഞങ്ങളുടെ അമ്മ കൂടെയില്ലായിരുന്നു. ഞാനെന്നും എന്റെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടത് എന്റെ ഏട്ടത്തിയ പത്മേടത്തിയെ. സംശയിക്കേണ്ട ശേഖരൻ സാറേ, ആ അമ്മ തന്നെയാ ഈ നിൽക്കുന്നത്. ചെറിച്ച, ഇത് സിസ്റ്റർ പവിത്രയല്ല, പത്മാവതി വർമ്മയാ. ശേഖര, എടുത്തി എന്നെ പത്മേടത്തി. എടുത്തി. അയ്യോ, ശേഖര എഴുന്നേക്ക്. കരയരുത്. നീ എന്ത് തെറ്റിയതിട്ട് ഇങ്ങനെ കരയുന്ന? ഞാൻ കരഞ്ഞത് എന്റെ സന്തോഷം നിയന്ത്രിക്കാനാവാത്തത് കൊണ്ടാ. കാലിൽ വീണത് ഏട്ടൻ ഏട്ടത്തിയോട് ചെയ്ത തെറ്റിന് മാപ്പ് ചോദിക്കാനാ. എല്ലാം മറന്ന് എന്റെ ഏട്ടത്തി വന്നല്ലോ. സന്തോഷമായ ഏട്ടത്തി. എന്റെ ഏട്ടന് ഇനി ആയുസുണ്ട്. ഏട്ടന്റെ കഷ്ടകാലങ്ങളെല്ലാം മാറും. ഏട്ടത്തിയോട് ഏട്ടൻ പിണങ്ങിയ സമയത്ത് ഞാനിവിടെ ഇല്ലായിരുന്നു. ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിയാൻ ഞാൻ അനുവദിക്കില്ലായിരുന്നു. നീ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങൾ പിരിയുമായിരുന്നു ശേഖര. ഞങ്ങളെ തമ്മിൽ പിരിക്കേണ്ടത് അംബികയുടെ ആവശ്യമായിരുന്നു. ഇപ്പൊ അവള് മന്ത്രി കൂടിയല്ലേ. ഇതെന്താ, ആർക്കും വിശപ്പൊന്നുമില്ലേ? സിസ്റ്റർക്കും വിശപ്പില്ലേ? സ്വന്തം ഭർത്താവ് സുഖമില്ലാതെ കിടക്കുമ്പോ സിസ്റ്ററിന് വിശക്കില്ല മാഡം. യാമിനി, ഈ നിൽക്കുന്നത് ആരാണെന്ന് നിനക്ക് മനസ്സിലായോ? ഏടത്തിയല്ലേ? പത്മേടത്തി. നേരിൽ കണ്ടിട്ടില്ലാത്ത ശേഖരൻ ദേവിയെ പോലെ കാണുന്ന ഞങ്ങളുടെ പത്മേടത്തി. എന്റെ ദൈവമേ, ഞാൻ നിന്നോട് എങ്ങനെ നന്ദി പറയാ? അകലേ